ഹലോ ഡിയർ ലോ ആസ്പിരൻസ്. 2025 നിയമം പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിക്ക് എഴുതാൻ ഏതൊക്കെ എക്സാംസ് ഉണ്ട് എന്നതാണ് ഈ വീഡിയോയിൽ ഞങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. ഇപ്പോൾ 2025 യു ആർ നിയറിങ് ഡിസംബർ ആയി, നമ്മൾ ഇയർ എൻഡ് ആയി. അപ്പോൾ ഇതിൽ എന്താണ് ഈ വീഡിയോ കാണേണ്ട ഗുണം എന്ന് പറഞ്ഞാൽ, 2025 ക്ലാറ്റ് എക്സാം കഴിഞ്ഞു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? എനിക്ക് കൊല്ലം തെറ്റിയതല്ല, 2025 ക്ലാറ്റ് എക്സാം കഴിഞ്ഞു. കാരണം എന്താ, 2025 ക്ലാറ്റ് എക്സാം കഴിഞ്ഞ ഡിസംബർ 1 25 ഇൻടേക്കിൻ്റെ എക്സാം കഴിഞ്ഞ ഡിസംബർ 1 നടന്നു. അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ ഈ ക്ലീ എന്നത് മാത്രം ഒതുങ്ങി കാണാതെ നമ്മളെ മുന്നിൽ ഒരുപാട് എക്സാംസ് എഴുതാനുണ്ട്. നോർമലായി ചിന്തിക്കുകയാണ്, ഈ ക്യുസാറ്റ് മുതൽ 6ഓളം പരീക്ഷ നമ്മളെ മുന്നിൽ ഓപ്ഷൻ ആയിട്ടുണ്ട്. നമ്മളെ മുന്നിൽ ഈ 350 സീറ്റ് അല്ല ഉള്ളത്. ജനറലി നോക്കിയാൽ ഈ 6ഓളം പരീക്ഷയിൽ 800-ലധികം സീറ്റും, ഇപ്പോൾ MHCET CUT നോക്കുകയാണെങ്കിൽ 5000-ഓളം സീറ്റിലേക്കുള്ള ഒരു പോസിബിലിറ്റി നമ്മളെ മുന്നിലുണ്ട്. അപ്പോൾ ഏതൊക്കെ പരീക്ഷയ്ക്കാണ് നമുക്ക് തയ്യാറെടുക്കാൻ പറ്റുക, അതിൻ്റെ എക്സാം ഡേറ്റ്സും നോട്ടിഫിക്കേഷനും കഴിഞ്ഞ വർഷം എപ്പോഴാണ് വന്നത്, അതിനെപ്പോൾ പ്രിപ്പയർ ചെയ്ത് തുടങ്ങണം, ഓരോ എക്സാമിൻ്റെയും വ്യത്യാസങ്ങൾ എന്തൊക്കെ, ഇതൊക്കെയാണ് ബ്രീഫായിട്ട് നമ്മൾ ഈ വീഡിയോയിൽ പറയുന്നത്. മൈ ഫ്രണ്ട്സ്, കഴിഞ്ഞ ദിവസം നമ്മളെല്ലാം സന്തോഷിപ്പിച്ച് നമ്മളെല്ലാം അത്ഭുതപ്പെടുത്തിക്കൊണ്ട് നമുക്കൊക്കെ അഭിമാനമായിക്കൊണ്ട് ഗുകേഷ് എന്ന ഇന്ത്യക്കാരൻ ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ ചെസ് ചാമ്പ്യനായി മാറി. ഓക്കെ, അദ്ദേഹത്തിൻ്റെ 2017 ഒരു വീഡിയോ നമ്മളൊക്കെ ചിലപ്പോൾ വാച്ച് ചെയ്തിട്ടുണ്ടാവും. വാട്ട് വാസ് ഹിസ് ആൻസർ? വാട്ട് ഈസ് യുവർ പ്ലാൻ? വാട്ട് യു ലവ് ടു ഹാവ് ഇൻ യുവർ ലൈഫ്? ഹിസ് ആൻസർ വാസ് വെരി സ്പെസിഫിക്. എനിക്കൊരു ലോക ചാമ്പ്യൻ ആകണം എന്നല്ല ഗുകേഷ് പറഞ്ഞത്. ഐ വാണ്ട് ടു ബി ദ യങ്ങസ്റ്റ് വേൾഡ് ചാമ്പ്യൻ ഇൻ ചെസ് എന്നാണ് പറഞ്ഞത്. ദാറ്റ് സ്പെസിഫിസിറ്റി, അതായത് എനിക്ക് ലോകത്തിൽ ഏറ്റവും പ്രായം കുറഞ്ഞ വേൾഡ് ചാമ്പ്യൻ ആണെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അദ്ദേഹം അത് നേടുകയും ചെയ്തു. ഞാൻ എൻ്റെ കുട്ടികളോട് പറയാറുണ്ട്, എങ്ങനെയെങ്കിലും എപ്പോഴെങ്കിലും ഒക്കെ ഒരു വക്കീലാകണം, അല്ലെങ്കിൽ ലോ പഠിക്കണം, അതാകരുത് നമ്മുടെ ലക്ഷ്യം. 2025 എനിക്ക് ലോ കോളേജിൽ അഡ്മിഷൻ നേടണം. അത് കഴിഞ്ഞ് 5 വർഷം കഴിഞ്ഞാലോ അല്ലെങ്കിൽ 3 വർഷം കഴിയുന്ന ഒരു കുട്ടിയാണെങ്കിൽ 5 വർഷം കഴിയുമ്പോൾ എനിക്ക് അഭിഭാഷകനാവണം. നമ്മുടെ ഉള്ളിൽ ചിലപ്പോൾ ഒരു ആഗ്രഹം, ഐ വാണ്ട് ടു ബി ദ യങ്ങസ്റ്റ് ഡിസ്ട്രിക്ട് ജഡ്ജ് എവർ പ്ലേസ്ഡ് ഇൻ ദ സ്റ്റേറ്റ് ഓഫ് കേരള. അപ്പോൾ അതിന് ക്ലീ എന്നുള്ളത് മാത്രമായിരിക്കാം പലപ്പോഴും നമ്മൾ യൂട്യൂബ് നോക്കിയാൽ കാണുന്നത്. ജോബ് സെക്യൂർ നിങ്ങളെ ഇത്രയും കോഴ്സുകൾ പരിചയപ്പെടുത്തുന്നത് എന്തുകൊണ്ടെന്നാൽ, ജോബ് സെക്യൂരിൽ ജോയിൻ ചെയ്യുന്ന ഒരു കുട്ടിക്ക്, അയാൾ JMI ആയിക്കോട്ടെ, AMU ആയിക്കോട്ടെ, ക്യുസാറ്റ് ആയിക്കോട്ടെ, അവർക്ക് എലിജിബിൾ ആയിട്ടുള്ള, അവർക്ക് സാധ്യമായ പരീക്ഷകൾക്കെല്ലാം കോംപ്രിഹെൻസീവ് ആയിട്ടുള്ള ഒരു കോച്ചിങ് ആണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ക്ലാറ്റിൻ്റെ പരീക്ഷ നമ്മൾ എയിലെറ്റ് കഴിഞ്ഞു, 2025 എയിലെറ്റ് കഴിഞ്ഞു. ഇതൊന്നും നമ്മൾ അറിയുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഡേറ്റുകൾ എപ്പോഴാണ്, ഇനി വരാൻ സാധ്യതയുള്ള മാറ്റങ്ങൾ എന്തൊക്കെയാണ്. അപ്പോൾ ഈ വീഡിയോയിൽ പറയുന്ന ഡേറ്റുകളെല്ലാം കഴിഞ്ഞ വർഷത്തെ ബേസ് ചെയ്തിട്ടുള്ളതാണ് എന്ന് ഞാൻ പറഞ്ഞു. ബട്ട് ദാറ്റ് വിൽ ഗിവ് അസ് എ വെരി ക്ലിയർ ഐഡിയ. അങ്ങനെയാണെങ്കിൽ ക്യുസാറ്റ് എപ്പോൾ നടക്കുന്നു, JMI എപ്പോൾ നടക്കുന്നു, AMU എപ്പോൾ നടക്കുന്നു, ഇതിൻ്റെ എല്ലാം അറിഞ്ഞുകൊണ്ട് നമ്മൾ അപ്ലൈ ചെയ്യണം. എനിക്ക് എത്രയോ എൻക്വയറീസ് വരാറുണ്ട് ക്യുസാറ്റിൻ്റെ അപ്ലിക്കേഷൻ ഡേറ്റ് കഴിഞ്ഞു പോയിട്ട്. ബിക്കോസ് ക്യുസാറ്റ് ഹാപ്പൻസ് മച്ച് ബിഫോർ ദാൻ ക്ലീ. അപ്പോൾ ആദ്യം നമുക്ക് കേരളത്തിലെ ലോ കോളേജുകളിൽ അഡ്മിഷൻ എടുക്കാവുന്ന പരീക്ഷകൾ ഏതാണ് എന്നൊന്ന് നമുക്ക് നോക്കാം. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് ഈ വീഡിയോയിൽ 2025 നിങ്ങൾക്ക് എഴുതാവുന്ന ലോ എൻട്രൻസിനെ കുറിച്ച് ബ്രീഫ് ഐഡിയ കിട്ടും. ബട്ട് കമ്മിങ് ഫ്രൈഡേ, ഈ വരുന്ന 20-ാം തീയതി, വി ആർ കമ്മിങ് ബാക്ക് വിത്ത് എ ഫ്രീ വെബിനാർ. ഒരു ലൈവ് വെബിനാറിലാണ് നമ്മൾ വരുന്നത്. ഈ വെബിനാറിൽ ഐ വിൽ ബി ഇൻറ്ററാക്ടിങ് വിത്ത് ഓൾ ദ പോസിബിൾ ലോ ആസ്പിരൻസ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഇതിൽ ഫ്രീ ആയിട്ട് വെബിനാറിൽ രജിസ്റ്റർ ചെയ്യാം. ഈ വരുന്ന ഫ്രൈഡേ 7:30 നിയമപഠന മേഖല കഴിഞ്ഞാൽ നമുക്ക് സാധ്യമായ കരിയറുകൾ, അതിലുണ്ടായിട്ടുള്ള ഗ്രോത്ത് എങ്ങനെയാണ്, എന്താണ് IITകളും IIM ഒക്കെ ഇപ്പോൾ നിയമത്തിലെ കോഴ്സുകൾ വരെ ചെയ്യാൻ തുടങ്ങിയതിൻ്റെ കാരണം, ഇത്തരം ഒരു സെഗ്മെൻറ്റിൽ ഞാൻ വിശദമാക്കും. അതുകൂടാതെ ദ സെയിം തിങ്, നമ്മൾക്ക് 2025 നോക്കിക്കാണാവുന്ന പരീക്ഷകൾ ഏതൊക്കെ എന്ന് വളരെ വിശദമായും അതിൻ്റെ ഒരു ബ്രീഫ് പാറ്റേണും എക്സാം ഡേറ്റ്സും കഴിഞ്ഞ വർഷത്തെ ബേസ് ചെയ്തുകൊണ്ട് ഞാൻ നിങ്ങളുമായിട്ട് ഇൻറ്ററാക്ട് ചെയ്യുന്നതായിരിക്കും. ഈ വെബിനാർ എൻ്റെ പ്രിയ സുഹൃത്തുക്കൾക്കെല്ലാം ഫ്രീ ആണ്. ബട്ട് ഇഫ് യു വാണ്ട് ടു അറ്റൻഡ് ദിസ് വെബിനാർ, യു വിൽ ഹാവ് ടു രജിസ്റ്റർ. ആ രജിസ്റ്റർ ചെയ്യാനുള്ള ലിങ്ക് നമ്മൾ താഴെ കൊടുക്കുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ ഓൾറെഡി രജിസ്റ്റർ ചെയ്തതിൽ വളരെ സന്തോഷം തോന്നുന്നു. കാരണം ഒരു ഏർലി പ്രിപ്പറേഷൻ നമുക്ക് ആവശ്യമുണ്ട്. പ്രത്യേകിച്ച് ക്യുസാറ്റ് പോലെയുള്ള ഒരു പരീക്ഷ നമ്മൾ അറിയാതെ പോകുന്നു. അത് കഴിഞ്ഞിട്ടാണ് അതിനെക്കുറിച്ച് ചോദിക്കുന്നത്. അപ്പോൾ MHCETക്ക് കുറഞ്ഞ സീറ്റാണെങ്കിൽ പോലും, അല്ലെങ്കിൽ നമുക്ക് കിട്ടാവുന്ന സാധ്യത കുറവാണെങ്കിൽ പോലും, അത് നോക്കിക്കാണുന്ന ഒരു കുട്ടി അതിൻ്റെ സാധ്യതകൾ അറിയണം. സോ അറ്റൻഡ് ദിസ് ഫ്രീ വെബിനാർ വിച്ച് വിൽ ഡെഫിനറ്റ്ലി ഓറിയൻറ്റ്. ഞാൻ പാരൻസിനോട് റിക്വസ്റ്റ് ചെയ്യുന്നു, നിയമമേഖലയിലെ
പഠനത്തിന് ശേഷം നിങ്ങളുടെ തൊഴിൽ സാധ്യതകളെക്കുറിച്ച് ഞാനതിൽ വിശദമാക്കുന്നുണ്ട്. മാത്രമല്ല നിങ്ങൾക്ക് നോക്കിക്കാണാവുന്ന എക്സാംസ് അതർ ദാൻ ക്ലീ. ദാറ്റ്സ് വൈ ഐ സെഡ് ജോബ് സെക്യൂർ എല്ലാ പരീക്ഷയ്ക്കുമാണ് നിങ്ങൾ ഒരുക്കുന്നത്. അതിൻ്റെ ഒരു ഫീല് നിങ്ങൾക്ക് ഈ വെബിനാറിലൂടെ കിട്ടും. സോ യൂസ് ദ ലിങ്ക് ബിലോ ആൻഡ് രജിസ്റ്റർ ഫോർ ദിസ് വെബിനാർ. അപ്പോൾ നമ്മൾ കേരളത്തിൽ നോക്കിക്കാണാവുന്നതിൽ വളരെ മികവുറ്റ, വളരെ സ്പെസിഫിക് ആയിട്ടുള്ള ഒരു ഓട്ടോണമസ് യൂണിവേഴ്സിറ്റിയുടെ കീഴിലുള്ള ഒരു കോഴ്സാണ് കൊച്ചിൻ യൂണിവേഴ്സിറ്റിയുടെ ലോ എൻട്രൻസ് പഠന സാധ്യത. ഇത് നിങ്ങളൊന്ന് പ്രോബ് ചെയ്യണം എന്നാണ് ഞങ്ങൾ പറയാനുള്ളത്. വളരെ സന്തോഷത്തോടെ പറയാം, 2024 ബാച്ചിൽ 46 കുട്ടികളാണ്, മൊത്തം വരുന്ന 85ഓളം സീറ്റിൽ 46 കുട്ടികളാണ്, ഇൻക്ലൂഡിങ് ദ ഫസ്റ്റ് റാങ്ക് ആൻഡ് സെക്കൻഡ് റാങ്ക് ജോബ് സെക്യൂർ സ്റ്റുഡൻസ് ക്യുസാറ്റിൽ സെക്യൂർ ചെയ്തത്. അപ്പോൾ ക്യുസാറ്റിൻ്റെ ഒരു ഡീറ്റെയിൽസ് നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ വർഷം ഫെബ്രുവരി 26-ന് 2024 ഫെബ്രുവരി 26-ന് അപ്ലിക്കേഷൻ വിളിച്ചു. മൈ ഫ്രണ്ട്സ്, ഞങ്ങൾ ആഗ്രഹിക്കുന്നത് നിങ്ങളിത് അറിയാതെ പോരുത്. നമ്മളുടെ ക്ലീയുടെ ഡേറ്റ് ഒക്കെ വരുമ്പോഴേക്കും ജൂലൈയിലേക്കുള്ള ഒരു മൈൻഡ് സെറ്റിലാണ് നമ്മൾ പോവുക. സോ നൗ വി ആർ ഇൻ ഡിസംബർ. ജനുവരി ഇതാ ഇപ്പോൾ കഴിയും, നിങ്ങളെ സ്കൂൾ തുറക്കുമ്പോഴേക്കും ഏകദേശം ഇതിന് പ്രിപ്പയർ ചെയ്യാനുള്ള സമയമായി. സോ ഓൾ ദോസ് ഡീറ്റെയിൽസ് ഞാൻ നേരത്തെ പറഞ്ഞ വെബിനാറിൽ പറയുന്നുണ്ട്. ക്യുസാറ്റിൻ്റേത് നമുക്ക് മുൻ വർഷം വരെ 60 സീറ്റാണ് ഉണ്ടായിരുന്നത്. ഈ വർഷം 25 സീറ്റും കൂടെ അവർ ആഡ് ചെയ്തിട്ടുണ്ട്. BSc LLB എന്ന് പറയുന്ന പുതിയൊരു കോമ്പിനേഷനാണ് അവർ കൊണ്ടുവന്നിട്ടുള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിയമപഠന മേഖലയിലെ സാധ്യതകൾക്ക് സ്കോപ്പ് വർദ്ധിക്കുന്നത് കൊണ്ടായിരിക്കുമല്ലോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി പോലെയുള്ള ഒരു പ്രഗത്ഭമായ യൂണിവേഴ്സിറ്റി BSc LLB എന്നൊരു കോമ്പിനേഷൻ. മേ ബി ഐ തിങ്ക് ദിസ് ഈസ് ദ ഫസ്റ്റ് ടൈം ഇന്ത്യയിലെ ആദ്യത്തെ ഒരു യൂണിവേഴ്സിറ്റിയാണ് ഇങ്ങനെ ഒരു കോമ്പിനേഷൻ കൊണ്ടുവരുന്നത്. അപ്പോൾ നമുക്ക് അവിടെ 85 സീറ്റാണുള്ളത്. കഴിഞ്ഞ വർഷം നമ്മൾക്ക് ഡേറ്റ് ഓഫ് എക്സാം നടന്നത് മെയ് ഫസ്റ്റ് വീക്കിലാണ്. UC ക്ലീ നടന്നത് ഓഗസ്റ്റിലാണ്. അപ്പോൾ നമുക്ക് ഏർലി പ്രിപ്പറേഷൻ കൊണ്ടുള്ള ഗുണം എന്താ? ഫെബ്രുവരിയോടെ അറൗണ്ട് നിങ്ങൾക്ക് അപേക്ഷിക്കേണ്ടി വന്നാൽ ജോബ് സെക്യൂർ കൃത്യമായി അതിൻ്റെ നോട്ടിഫിക്കേഷനും ഓറിയൻറ്റേഷനും കൊടുക്കാറുണ്ട്. ഞങ്ങൾ കുട്ടികളെ സബ്ജക്ട്സ് മാത്രമല്ല പഠിപ്പിക്കുന്നത്, വി ടേക്ക് ദം, വി ഹാൻഡ് ഹോൾഡ് ദം. അവരുടെ ആഗ്രഹം മുതൽ അവർ ഭാവിയിലെ ഒരു നിയമ വിദഗ്ധനാകുന്നവരെ നമ്മൾ അവരുടെ കൂടെ ഉള്ളതുകൊണ്ടാണ് നഴ്ച്ചറിങ് കരിയേഴ്സ് ഇൻ ലോ സിൻസ് 2008 നമ്മൾ ഈ യാത്ര തുടരുന്നത്. സോ കൊച്ചിൻ യൂണിവേഴ്സിറ്റി നല്ലൊരു പോസിബിലിറ്റിയാണ്. നേരത്തെ എക്സാം നടക്കുന്നുണ്ട്. ഇറ്റ്സ് എ 150 ക്വസ്റ്റ്യൻസ് ഉള്ള ടെസ്റ്റാണ്. അപ്പോൾ ക്ലീ വരുമ്പോൾ 120 ആയി. അപ്പോൾ ക്യുസാറ്റിലെ പാറ്റേൺ തന്നെ വ്യത്യാസമാണ്. അതിൽ ലോജിക് റീസണിങ്ങിന് പ്രാധാന്യം കൂടുതലുണ്ട്. ക്യുസാറ്റിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ക്യുസാറ്റും ക്ലീൻ തമ്മിലുള്ള വ്യത്യാസം എന്താണ് വിശദമാക്കിക്കൊണ്ട് ജോബ് സെക്യൂർ മറ്റൊരു വീഡിയോയുമായി നിങ്ങളടുത്തേക്ക് വരുന്നതായിരിക്കും. 2 മണിക്കൂർ പരീക്ഷയാണ്, അതും ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. സോ ദ ഓൺലി തിങ് പ്രസൻ്റ്ലി യു ഷുഡ് ബി കോഷ്യസ് ഈസ് അതിൻ്റെ എക്സാം വളരെ നേരത്തെ നടക്കുന്നു, അപ്ലിക്കേഷൻ പ്രൊസീജിയർ നേരത്തെ നടക്കുന്നു. 46 കുട്ടികൾ ജോബ് സെക്യൂറിൽ നിന്ന് ക്യുസാറ്റിൽ എത്തി എന്നുള്ളത് നമുക്ക് സന്തോഷം നൽകുന്നൊരു കാര്യമാണ്. സോ അതൊരു നല്ല കോളേജ്, നല്ലൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ്, നിങ്ങളൊന്ന് നോക്കിക്കാണണം. സോ വി വിൽ ലുക്ക് അറ്റ് ദ നെക്സ്റ്റ് കോളേജ് ആഫ്റ്റർ ദിസ്. ഒരുപാട് കുട്ടികളെ നമ്മുടെ അടുത്ത് നിന്ന് കഴിഞ്ഞ വർഷം ക്വാളിഫൈ ചെയ്ത ഒരു മറ്റൊരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. ഞാൻ എന്തുകൊണ്ട് നാഷണൽ യൂണിവേഴ്സിറ്റീസ് ആദ്യം പറയുന്നത് വെച്ചാൽ, ഒരുപാട് പേർക്ക് ക്ലീ മാത്രമല്ല മൈ ഡിയർ ഫ്രണ്ട്സ്, എസ്പെഷ്യലി AMUവിന് പെരിന്തൽമണ്ണയിൽ തന്നെ ക്യാമ്പസ് ഉണ്ട്, അവിടെ 60 സീറ്റ് ഉണ്ട്. അപ്പോൾ ടോട്ടലി 240 സീറ്റ്സ് ഉള്ള ഒരു ക്യാമ്പസാണ് അലിഗർ മുസ്ലിം യൂണിവേഴ്സിറ്റി. ഒരു എഡ്ജ് ഉള്ളത്, അതൊരു നാഷണൽ ലെവൽ യൂണിവേഴ്സിറ്റി ആയതുകൊണ്ട് ദോസ് ഹു വിഷ് ഒരു നാഷണൽ ലെവൽ എക്സ്പോഷർ ആഗ്രഹിക്കുന്നവർക്ക് AMU നോക്കിക്കാണാം. അതിൻ്റെ കഴിഞ്ഞ വർഷത്തെ ആപ്ലിക്കേഷൻ വന്നത് മാർച്ചിലാണ്. UC ക്യുസാറ്റ് ഫെബ്രുവരിയിൽ വന്നു, ഇത് മാർച്ചിൽ വന്നു. നമ്മൾ അറിയാതെ പോവും. 240 സീറ്റ് ഉണ്ട്. 21 ജൂണിൽ AMUവിൻ്റെ എക്സാം കഴിഞ്ഞ വർഷം നടന്നു. 100 മാർക്കിൻ്റെ ഒരു ക്വസ്റ്റ്യനാണ് അതിലുള്ളത്. നമ്മളുടെ ക്ലീ ഇപ്പം 120 നമ്മൾ AMUവിന് പഠിപ്പിക്കുന്ന കുട്ടികളെ ഇവിടെ പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റ് ആണെങ്കിൽ ദോസ് ഹു ആർ കമ്മിങ് ഫോർ ഓഫ്ലൈൻ, ഈ വർഷം ഓൺലൈനിൽ നമ്മൾ പെൻ ആൻഡ് പേപ്പറിൻ്റെ ഫീല് കൊടുക്കാൻ അതിനായി സെറ്റാക്കിയിട്ടുള്ള AMU മോഡലുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചെയ്യിക്കുമ്പോൾ അവർക്ക് പെൻ ആൻഡ് പേപ്പർ ഫീൽ കൊടുക്കാറുണ്ട്. കാരണം അതിൻ്റെ ബബിളിംഗ് ഒക്കെ വരുമ്പോൾ ബബിൾ ചെയ്യുന്നത് തെറ്റിപ്പോയാൽ നിങ്ങൾക്ക് അനാവശ്യമായി മാർക്ക് പോകും. അപ്പോൾ AMU ഈസ് എ വെരി പോസിബിൾ തിങ് എസ്പെഷ്യലി ഫോർ സ്റ്റുഡൻസ് ഇൻ കേരള. എന്തുകൊണ്ടെന്നാൽ നിങ്ങളിപ്പം അലിഗറിൻ്റെ മെയിൻ ക്യാമ്പസിൽ പോകാൻ ആഗ്രഹിക്കുന്നില്ലെങ്കിലും പെരിന്തൽമണ്ണയിൽ നമുക്ക് 50-60 സീറ്റ് ഉണ്ട്. സോ ദോസ് ആർ ഇൻ ആൻഡ് അറൗണ്ട് മലപ്പുറം ആ ഭാഗത്തുള്ളവർക്ക് ഇത് വളരെ ഇതാണ്. ഇതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ വെബിനാറിൽ പറയുന്നതായിരിക്കും. വളരെ സന്തോഷത്തോടെ പറയാം, കഴിഞ്ഞ വർഷം 5 കുട്ടികൾ ജോബ് സെക്യൂറിൽ നിന്ന് AMUവിലേക്ക് ക്വാളിഫൈ ചെയ്തു. ഇത് കഴിഞ്ഞ വർഷമല്ല, പ്രീവിയസ് ഓൾമോസ്റ്റ് AMU ഇങ്ങനത്തെ ഒരു പാറ്റേണിലേക്ക് വന്നതിന് ശേഷം നമുക്ക് കുട്ടികൾ അവിടെ എത്തിക്കാൻ പറ്റിയിട്ടുണ്ട്. സോ AMU ഇസ് സംതിങ് വിച്ച് ഇഫ് യു ആർ കൺസിഡറിങ്, ബി അവെയർ the application starts in Mars. അടുത്തത് നമുക്ക് നോക്കിക്കാണാവുന്ന വളരെ പ്രോമിനൻ്റ് ആയിട്ടുള്ള ഒരു നാഷണൽ യൂണിവേഴ്സിറ്റിയാണ് ജാമിയ മിലിയ ഇസ്ലാമിയ.
ഇതിലും നമ്മൾ നോക്കിയാൽ കാണാം മാർച്ചിൽ ഇതിൻ്റെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തായിരുന്നു. ഓക്കെ, 60 സീറ്റാണുള്ളത്. JMIക്ക് നമ്മൾ ഇവിടെ ഒരു റീജിയണൽ സെൻറ്റർ ഇല്ല. നിങ്ങൾ അതിൻ്റെ മെയിൻ ക്യാമ്പസിൽ തന്നെ പോകണം. ഫസ്റ്റ് വീക്ക് ഓഫ് മെയിൽ എക്സാം നടന്നു. ഫസ്റ്റ് വീക്ക് ഓഫ് മെയിൽ എക്സാം നടന്നു. കഴിഞ്ഞ വർഷം ഉണ്ടായ ചെറിയൊരു ചാലഞ്ച് എന്ന് വെച്ചാൽ ദ എക്സാം ഓഫ് കൊച്ചിൻ യൂണിവേഴ്സിറ്റി ആസ് വെൽ ആസ് JMI ഫെൽ ഓൺ ദ സെയിം ഡേറ്റ്. അത് രണ്ടും ഒരേ ദിവസം നടന്നതുകൊണ്ട് നമ്മളെ കുട്ടികളോട് നമ്മൾ ദേ വിൽ ഹാവ് ടു ടേക്ക് എ കോൾ എന്ന് പറഞ്ഞു. നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കുട്ടികളും കൊച്ചിൻ യൂണിവേഴ്സിറ്റിയാണ് പ്രിഫർ ചെയ്തത്. അതിൽ 150 ക്വസ്റ്റ്യൻസിൻ്റെ 120 മിനിറ്റുള്ളൊരു ടെസ്റ്റാണ്. എഗെയിൻ JMIയുടെ ഒരു പെൻ ആൻഡ് പേപ്പർ ടെസ്റ്റാണ്. അപ്പോൾ പെൻ ആൻഡ് പേപ്പറിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, നമ്മളെ കമ്പ്യൂട്ടർ ബേസിന് എങ്ങനെ പ്രിപ്പയർ ചെയ്യണം, ഇതിലൊക്കെ ചോദിക്കുന്ന ക്വസ്റ്റ്യൻസിൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിന് തന്നെ വ്യത്യാസമുണ്ട്. ഇപ്പോൾ JMIയിലൊക്കെ കുറച്ചുകൂടെ ജൂറിസ്പ്രുഡൻസും പേഴ്സണൽ ലോ ചോദ്യങ്ങൾ കൂടുതൽ വരാറുണ്ട്. ഇതെല്ലാം കവർ ചെയ്തിട്ടാണ് ജോബ് സെക്യൂറെ കുട്ടികളെ കോച്ച് ചെയ്യാറ്. ഇപ്പോൾ JMIയിൽ ശ്രദ്ധിക്കേണ്ടത് എന്താണ്, മാർച്ചിൽ കോൾ ഫോർ ചെയ്യുന്നുണ്ട്, മെയിൽ എക്സാം നടക്കുന്നുണ്ട്. ഇതൊന്നും നിങ്ങൾ അറിയാതെ പോകരുത്. സോ JMI, ദോസ് ഹു ആർ അസ്പയറിംഗ്, പ്ലീസ് ബി അവെയർ, എക്സാംസ് ആർ ഹാപ്പനിങ് മച്ച് ബിഫോർ ദാൻ ദ ക്ലീ. ഓഫ് കോഴ്സ് ഫ്രണ്ട്സ്, ഒരുപാട് പേര് അല്ലെങ്കിൽ നമുക്ക് ഇതുവരെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടാവുന്ന ഒരു എക്സാം ക്ലീ ആണ്. ക്ലീയുടെ 3 ഇയറും ഉണ്ട്, 5 ഇയറും ഉണ്ട്. പക്ഷേ ഞാൻ നേരത്തെ പറഞ്ഞു, ഇതിൽ മാത്രം നമ്മളുടെ ചിന്ത കൺഫൈൻ ചെയ്യരുത്. ക്ലീയുടെ സിലബസ് എന്താണ്, പാറ്റേൺ എന്താണ്, പ്രിപ്പയർ ചെയ്യേണ്ടത് എങ്ങനെയാണ്, ഏകദേശം നടന്ന എക്സാമിൻ്റെ ഡേറ്റുകൾ മുൻവർഷത്തെ വെച്ചുകൊണ്ട് വളരെ സ്പെസിഫിക് ആയിട്ടുള്ളൊരു വീഡിയോ ഓൾറെഡി നമ്മൾ ജോബ് സെക്യൂർ യൂട്യൂബ് ചാനലിൽ അവൈലബിൾ ആണ്. പ്ലീസ് വാച്ച് ഇറ്റ് ഫോർ മോർ ഡീറ്റെയിൽസ്. ക്ലീ നമ്മൾക്കുള്ളത് 5 ഇയറിന് 360ഉം 3 ഇയറിന് 460 സീറ്റുമാണുള്ളത്. കഴിഞ്ഞ വർഷമാണ് അത് 120 ക്വസ്റ്റ്യനിലേക്ക് വന്നത്. അതിന് മുന്നത്തെ വർഷം അത് 200 ക്വസ്റ്റ്യൻ്റെ പേപ്പറായിരുന്നു. ക്ലീയുടെ ഒരു എക്സാമിന് ഏജ് ലിമിറ്റ് ഇല്ല. അപ്പോൾ നേരത്തെ ചില നാഷണൽ ലെവൽ ചിലതിന് ഏജ് ലിമിറ്റ് ഉണ്ട്, ക്ലീക്ക് ഏജ് ലിമിറ്റ് ഇല്ല. ഇറ്റ്സ് എ 2 hour എക്സാം. അതൊരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമാണ്. ഇപ്പോൾ ജോബ് സെക്യൂർ ലോ എമിനൻസിൻ്റെ വി ക്യാൻ പ്രൗഡ്ലി സേ വി വർ ദ ഫസ്റ്റ് പീപ്പിൾ ടു കം അപ്പ് വിത്ത് ആപ്പ്. ആ ആപ്പിലുള്ള ഇൻ്റർഫേസ് അതേപോലെ തന്നെ ഇൻ്റർഫേസിലാണ് ഇതിൻ്റെ ഇതുവരെയുള്ള പരീക്ഷയുടെ വന്നിട്ടുള്ളത്. സോ നമ്മളെ സ്റ്റുഡൻസ് ഹാപ്പി ആയിട്ട് എൻ്റെ കുട്ടികൾ പറഞ്ഞത് ആ ഒരു കണ്ടിട്ടുള്ള ഫെമിലിയാരിറ്റി അവർക്ക് വളരെ ഗുണം ചെയ്തു എന്നാണ്. അപ്പോൾ ക്ലീ കഴിഞ്ഞ കൊല്ലം ഓഗസ്റ്റിലേക്ക് പോയി എന്നുള്ളത് ഒരു സത്യമാണ്. പക്ഷേ ഈ വർഷം അങ്ങനെ ആയിക്കോളണമെന്നില്ല. നേരത്തെയുള്ളൊരു പ്രിപ്പറേഷൻ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. ക്ലീയുടെ മൊത്തം ഡീറ്റെയിൽസ് ഉള്ള മറ്റൊരു വീഡിയോ ഉണ്ട്. അത് നിങ്ങൾക്ക് അത് കണ്ടാൽ വളരെ ഗുണം ചെയ്യും. വാട്ട് ഐ സജസ്റ്റ് മൈ ഗുഡ് ഫ്രണ്ട്സ്, നമ്മൾ കൊടുക്കുന്ന കോച്ചിങ് നേരത്തെ പറയുന്നതും ഇനി പറയാൻ പോകുന്ന എല്ലാ പരീക്ഷയ്ക്കും നിങ്ങളെ തയ്യാറാക്കുന്നത്. ഇതിനൊരു ഡെയിലി കോച്ചിങ് തന്നെയാണ് ഒരു റിപ്പീറ്ററായിട്ട് അല്ലെങ്കിൽ ഈ വർഷം തന്നെ കയറണമെന്ന് ആഗ്രഹിക്കുന്നവർ നോക്കേണ്ടത്. അപ്പോൾ നമ്മളുടെ ഡെയിലി കോച്ചിങ്ങിൻ്റെ ബാച്ചുകൾ ഓൾറെഡി നടക്കുന്നുണ്ട്. നമുക്ക് വീക്കെൻഡ് ബാച്ച് ഉണ്ട്, അത് കഴിഞ്ഞാൽ ക്രാഷ് ബാച്ച് വരാനുണ്ട്. പക്ഷേ ഈ വരുന്ന ജനുവരിയിൽ വി ആർ കമ്മിങ് അപ്പ് വിത്ത് എ ന്യൂ ബാച്ച്. ആ ബാച്ചിൽ ചേർന്നിട്ട് തന്നെ ഒരു ലോങ് ടേം, അത് വീക്കെൻഡ് ആയിക്കോട്ടെ നമ്മളുടെ റെഗുലർ ബാച്ച് ആയിക്കോട്ടെ, ഡെയിലി ഒരു കോണ്ടാക്റ്റിലൂടെ ഡെയിലി ഉള്ള ഒരു അപ്ഡേഷനിലൂടെ കറണ്ട് അഫെയർസും ഇംഗ്ലീഷും ഒക്കെ വളരെ സ്പെസിഫിക് ആയിട്ടാണ് നമ്മൾ പഠിപ്പിച്ചു കൊണ്ടുപോകുന്നത്. അപ്പോൾ ക്ലിയർ മറ്റ് വിശദാംശങ്ങൾ നിങ്ങൾ മറ്റേ വീഡിയോയിലൂടെ പൂർണ്ണമായും മനസ്സിലാക്കേണ്ടതാണ്. അടുത്തൊരു പോസിബിൾ ഓപ്ഷനാണ് കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ ഉള്ളത്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് 60 സീറ്റാണുള്ളത്. അവിടെ 3 ഇയറും ഉണ്ട്, 5 ഇയറും ഉണ്ട്. കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ ഏജ് ലിമിറ്റ് ഇല്ല. ഇപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ കഴിഞ്ഞ വർഷം ക്ലീയുടെ മുന്നേ ആക്ച്വലി അതിൻ്റെ നോട്ടിഫിക്കേഷൻ വരികയും പരീക്ഷ നടക്കുകയും ചെയ്തു. എല്ലാ കൊല്ലവും അങ്ങനെയാണ് നടക്കാറ്. ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ ഏപ്രിലാണ് വന്നത്. എക്സാം നടന്നത് ജൂൺ ലാസ്റ്റ് വീക്കോട് കൂടിയിട്ടാണ്. മോഡ് ഓഫ് എക്സാം ഞാൻ വീണ്ടും പറയുന്നത് ഇവിടെ പെൻ ആൻഡ് പേപ്പറാണ്. അപ്പോൾ കണ്ണൂർ യൂണിവേഴ്സിറ്റിയുടെ വലിയ സന്തോഷത്തോടെ പറയാം, 85 കുട്ടികൾ നമ്മളുടെ കണ്ണൂർ യൂണിവേഴ്സിറ്റിയിൽ കഴിഞ്ഞാലും ക്വാളിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പം പ്ലീസ് അണ്ടർസ്റ്റാൻഡ്, നമുക്ക് ക്ലീക്ക് മുന്നേ തന്നെ ഇത്തരം പരീക്ഷകളുണ്ട്. ഇതിനൊക്കെ ജോബ് സെക്യൂർ നിങ്ങളെ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രിപ്പയർ ചെയ്ത് ക്വാളിഫൈ ചെയ്യുമ്പോൾ നമ്മളുടെ ക്ലീക്കിലുള്ള കോൺഫിഡൻസ് കൂടും. ദാറ്റ് ഈസ് വൈ ഐ സജസ്റ്റ് ഒരു ലോങ് ടേം പ്രിപ്പറേഷൻ നല്ലതാണ്. കണ്ണൂർ യൂണിവേഴ്സിറ്റി നോക്കുന്നവർ ഇതിൻ്റെ ഡേറ്റുകളൊക്കെ ഇപ്പം ഒന്ന് മനസ്സിലാക്കി വെക്കുക. കഴിഞ്ഞ വർഷത്തെ ബേസ് ചെയ്തിട്ടാണ് പറഞ്ഞതെന്നും കൂടെ നിങ്ങൾ ഓർമ്മയിൽ വെക്കണം. ഇതുവരെ നമ്മൾ മുഖ്യമായും കേരളത്തിൽ സെൻട്രലിലെ നാഷണൽ യൂണിവേഴ്സിറ്റി അങ്ങനത്തെ സാധനമാണ് പറഞ്ഞത്. CUET വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഇപ്പോൾ കുട്ടികൾ വളരെ ആൻഷ്യസ് ആയിട്ട് നമ്മളോട് ചോദിക്കുന്ന ഒരു പോസിബിലിറ്റിയാണിത്. ഓഫ് കോഴ്സ് നമുക്ക് CUETയിൽ നമ്മൾ നോക്കുമ്പോൾ സെൻട്രൽ യൂണിവേഴ്സിറ്റീസിലേക്കാണ് CUET.
ഓക്കെ. എന്നാൽ ക്ലാറ്റ് വരുന്നത് നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട്സിലാണ്, നാഷണൽ ലോ സ്കൂൾസിലേക്കാണ് ക്ലാറ്റ് വരുന്നത്. CUT വരുന്നത് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിലേക്ക്. ഇതൊരു കോമൺ എക്സാമിലേക്ക് വന്നതാണ്. അപ്പോൾ CUT കഴിഞ്ഞ വർഷം മാർച്ചിൽ കോൾ ഫോർ ചെയ്യുകയും മെയ്യിൽ നമ്മളുടെ പരീക്ഷ നടക്കുകയും ചെയ്തു. ക്ലീയുടെ വളരെ മുന്നേ തന്നെ നടന്നു. ഇപ്പോൾ CUTയിൽ ഓഫ് കോഴ്സ് ദർ ആർ 11-12 യൂണിവേഴ്സിറ്റികൾ ലോ മാത്രം പ്രൊവൈഡ് ചെയ്യുന്ന യൂണിവേഴ്സിറ്റി ഉണ്ടെങ്കിലും ഇപ്പോൾ നമുക്ക് BHU, ഡൽഹി യൂണിവേഴ്സിറ്റി, അംബേദ്കർ യൂണിവേഴ്സിറ്റി ഇതിലാണ് കാര്യമായിട്ട്, അങ്ങനത്തെ ഉള്ളതിലൊക്കെയാണ് നമുക്കൊരു സജഷൻ ഉള്ളത്. ഇപ്പോൾ CUTയിലെ പാറ്റേണുകൾ മാറിക്കൊണ്ടിരിക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം കൂടെ പത്രത്തിലുണ്ടായിരുന്നു. ഈ വർഷത്തെ അവരെല്ലാം ഒന്നും കൂടെ റീഓർഗനൈസ് ചെയ്ത് റീസ്ട്രക്ചർ ചെയ്തിട്ടുണ്ട്. CUT ഒരു ഇവോൾവിങ് എക്സാമാണ്, ഇറ്റ്സ് നോട്ട് എ സെറ്റിൽഡ് വൺ. ഇപ്പോൾ നാഷണൽ ലെവലിൽ നമ്മളുടെ ആർട്സ് ആൻഡ് സയൻസ് എല്ലാത്തിൻ്റെയും പരീക്ഷ നടക്കുന്നുണ്ട്. അപ്പോൾ അതിൽ കുറച്ച് കോമൺ പേപ്പേഴ്സ് GKയും ഇംഗ്ലീഷും കൂടുതലാണ്. ബട്ട് ഓഫ് കോഴ്സ് നമ്മളിവിടെ നിന്ന് കുട്ടികൾക്ക് CUT ആസ്പയർ ചെയ്യുന്നവർക്ക് അതിനാവശ്യമായ കൃത്യമായ ഗൈഡൻസ് കൊടുക്കുന്നുണ്ട്. അതിൽ ലീഗൽ കോമ്പണൻറ്റ് ഓൾമോസ്റ്റ് സെയിം തന്നെയാണ്, ഇംഗ്ലീഷ് കോമ്പണൻറ്റും സെയിമാണ്, GK കോമ്പണൻറ്റും സെയിമാണ്. പക്ഷേ GKയിലൊക്കെ കുറച്ചും കൂടെ നാഷണൽ ലെവൽ GKയിലേക്കുള്ള, കാരണം അതൊരു കേരള ബേസ്ഡ് എക്സാം അല്ലല്ലോ. അപ്പോൾ ആ നാഷണൽ ലെവൽ GK അടങ്ങുന്ന അതിന് അവരെ ഹെൽപ്പ് ചെയ്യുന്ന രീതിയിലുള്ള ഓറിയൻറ്റേഷൻ നമ്മൾ ഇവിടുന്ന് കൊടുക്കുന്നുണ്ട്. സോ CUT പ്ലീസ് കീപ്പ് ഇൻ മൈൻഡ് ഇറ്റ് ഈസ് ഹാപ്പനിങ് ബിഫോർ ക്ലീ. അതിൻ്റെ ഒരു പാറ്റേണിനെ കുറിച്ച് ഞാൻ കൃത്യമായി ഇപ്പോൾ പറയാത്തത് എന്തുകൊണ്ട് എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷവും മുന്നത്തെ വർഷവും തമ്മിൽ ചെറിയ എന്താ പറയുക പാറ്റേൺ ഡിഫറൻസ് ഉണ്ടായിരുന്നു. ഒരു വർഷം കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് കൂടുതലായി ചോദിച്ചു. അപ്പോൾ അതെങ്ങനെയാണ് ലോ പഠിക്കാൻ പോകുന്ന ഒരു കുട്ടിക്ക് കമ്പ്യൂട്ടർ സയൻസിൽ നിന്ന് ചോദ്യം വന്നാൽ എങ്ങനെ അത് ടാക്കിൾ ചെയ്യുന്നുള്ള സംശയം സ്വാഭാവികം എനിക്ക് വരെ തോന്നിയിരുന്നു. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വഴിയെ മനസ്സിലാക്കാം. ദ ഓൺലി തിങ് ഈസ് ഇറ്റ്സ് ഹാപ്പനിങ് ബിഫോർ ക്ലീ, അത് നമ്മൾ മനസ്സിൽ വെക്കണം. വളരെ പ്രധാനപ്പെട്ട, അല്ലെങ്കിൽ ഞാൻ നേരത്തെ CUTയിൽ പറഞ്ഞു അത് സെൻട്രൽ യൂണിവേഴ്സിറ്റീസ് ആണ്, ഇത് നാഷണൽ ലോ സ്കൂൾസ് ആണ്. ക്ലാറ്റ് ഈസ് കൺസിഡർഡ് ടു ബി വൺ അമംഗ് ദ പ്രീമിയം ലോ ആസ്പിരൻസിന് പോകാവുന്ന പ്രീമിയം കരിയർ ഓപ്ഷൻസിലേക്ക് പോകാനുള്ളവർക്ക് വളരെ അഭികാമ്യമാണ്. ഇവിടെ ഞാൻ ഡേറ്റ് ഇട്ടിരിക്കുന്നത് കണ്ടോ, ക്ലാറ്റ് 2026 എന്നാണ് ഇട്ടിരിക്കുന്നത്. ഇത് എനിക്ക് തെറ്റിപ്പോയതല്ല കേട്ടോ. മൈ ഡിയർ ഫ്രണ്ട്സ്, ജോബ് സെക്യൂർ എപ്പോഴും നിങ്ങളെ ഓറിയൻറ്റ് ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. 2025 ഇൻടേക്ക്, ജൂലൈയിൽ നടക്കുന്ന ഇൻടേക്കിനുള്ള പരീക്ഷ കഴിഞ്ഞു. ഇനി വരാൻ പോകുന്നത് എന്താണ്? 2026 ജൂലൈയിലെ ഇൻടേക്കിന് 2025 ഡിസംബറിൽ പരീക്ഷ നടക്കും. ഓക്കെ, 2024 ഡിസംബർ 1 പരീക്ഷ കഴിഞ്ഞു, 25 ഇൻടേക്കിലേക്ക് വന്നു, 25 ഡിസംബറിൽ പരീക്ഷ നടക്കും, 26 ഇൻടേക്കിലേക്ക് പോകും. അപ്പോൾ ക്ലാറ്റിൽ വളരെ ശ്രദ്ധിക്കണം. ക്ലാറ്റിൻ്റെ പാറ്റേണും, ക്ലാറ്റിന് കോച്ചിങ് എടുത്താൽ ക്ലീ എഴുതാമെന്ന് ചിലപ്പോൾ നിങ്ങൾ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ടാകാം. ക്ലീക്ക് പ്രിപ്പയർ ചെയ്താലും ക്ലാറ്റിന് പോകാമെന്ന് നമ്മൾ ധരിക്കുന്നുണ്ടെങ്കിൽ അത് തെറ്റാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. ഇത് രണ്ട് ടോട്ടലി ഡിഫറെൻറ്റ് പാറ്റേൺ ആണ്. ക്ലാറ്റിൻ്റെ പ്രിപ്പറേഷൻ എടുക്കുന്നതിന് സ്പെസിഫിക് ആയിട്ട് ജോബ് സെക്യൂർ ലോ എമിനൻസ് വളരെ സെലക്റ്റഡ് ആയിട്ട്, വളരെ സ്പെസിഫിക് ആയിട്ട് അത് ആഗ്രഹിക്കുന്നവരെ മാത്രമാണ് നമ്മൾ ബാച്ചിൽ ഉൾപ്പെടുത്താറ്. അതിൽ നമുക്ക് നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂർ അടക്കമുള്ള കുട്ടികളുടെ റിസൾട്ട് ഉണ്ട് എന്നത് എന്തുകൊണ്ടാണ്? വി ആർ വെരി ക്ലിയർ, വി ആർ നോട്ട് കൺഫ്യൂസിങ് ദം. അപ്പം നമ്മുടെ മുന്നിൽ 3500ഓളം സീറ്റുകളുണ്ട്. ബട്ട് ആസ്പിരൻസ് ആർ മോർ ദാൻ 60,000 കുട്ടികൾ പരീക്ഷ എഴുതുന്നുണ്ട്. ക്ലാറ്റിൻ്റെ എക്സാം ഡേറ്റ് വളരെ സ്പെസിഫിക് ആണ്. അവരെല്ലാ കൊല്ലവും ഫസ്റ്റ് സൺഡേ ഓഫ് ഡിസംബറിലാണ് അവരുടെ എക്സാം സെറ്റ് ചെയ്തിരിക്കുന്നത്. സോ ദിസ് ഇയർ December 1st ഹാപ്പൻ ടു ബി ദ ഫസ്റ്റ് സൺഡേ. സോ ദേ ഹാഡ് ദി എക്സാം ഓൺ December 1st. അപ്പോൾ അടുത്ത വർഷം 2025 ഡിസംബറിലെ ഫസ്റ്റ് സൺഡേയിൽ എക്സാം നടക്കും. കഴിഞ്ഞ വർഷം ജൂലൈനോട് കൂടി ഇവരുടെ നോട്ടിഫിക്കേഷൻ വന്നു ആൻഡ് ഓഗസ്റ്റിലെ ആപ്ലിക്കേഷൻ കോൾ ഫോർ ചെയ്തു. സോ വി ക്യാൻ എക്സ്പെക്ട് ജൂലൈ ഓഗസ്റ്റ് ആണ് ക്ലാറ്റിൻ്റെ ആപ്ലിക്കേഷൻ ടൈം. 120 ക്വസ്റ്റ്യൻ്റെ സ്കിൽ ബേസ്ഡ് ആയിട്ടുള്ള, കോംപ്രിഹെൻഷൻ ബേസ്ഡ് ആയിട്ടുള്ള, അല്ലാതെ മെമ്മറി ബേസ്ഡ് ഒരു ടെസ്റ്റ് അല്ലാതെ അത് 100% സ്കിൽ ബേസ്ഡ് ടെസ്റ്റാണ്. അതിന് സ്പെസിഫിക് ആയിട്ടുള്ള സെപ്പറേറ്റ് പ്രിപ്പറേഷൻ ആവശ്യമുണ്ട്. ഇറ്റ്സ് എ 2-hour ടെസ്റ്റ്. ഇറ്റ്സ് എഗെയിൻ പേപ്പർ പെൻസിൽ ടെസ്റ്റാണ്. അതിന് ഒരു ബബിളിംഗ് തെറ്റിപ്പോയാൽ ഇറ്റ്സ് വെരി കോസ്റ്റ്ലി. അപ്പോൾ ക്ലാറ്റിൻ്റെ സ്പെസിഫിക് ആയിട്ടുള്ള ഡീറ്റെയിൽസ് ജോബ് സെക്യൂറിൽ നിങ്ങൾക്ക് ലഭിക്കാവുന്നതാണ്. നമുക്കതിന് സെപ്പറേറ്റ് സ്പെസിഫിക് ബാച്ച് ഉണ്ട്, ലോങ് ടേം ബാച്ചും ഉണ്ട്, വീക്കെൻഡ് ബാച്ചും ഉണ്ട്, ഓൺലൈൻ ബാച്ചും ഉണ്ട്. ബട്ട് കീപ്പ് ഇൻ മൈൻഡ്, നിങ്ങൾക്ക് ഇനി 2026 ക്ലാറ്റിനാണ് നിങ്ങൾക്ക് ഈ കൊല്ലത്തെ മിസ്സായി പോയവരുണ്ടെങ്കിൽ അടുത്ത കൊല്ലം ഇപ്പോൾ +2 കണ്ടിന്യൂ ചെയ്യുന്നവർ ശ്രദ്ധിക്കണം. നമ്മൾ ഓഗസ്റ്റിൽ അപ്ലൈ ചെയ്യണം, ഡിസംബറിൽ പരീക്ഷ എഴുതണം. അപ്പോൾ ഞാൻ മുന്നേ പറഞ്ഞ ക്ലാറ്റ് നോക്കുന്ന പല ആസ്പിരൻസും ഓട്ടോമാറ്റിക്കലി കൺസിഡർ ചെയ്യുന്ന ഒരു ഓപ്ഷനാണ് എയിലറ്റും കൂടെ ട്രൈ ചെയ്യുക എന്നുള്ളത്.
ബട്ട് എയിലറ്റ് ഞാൻ വളരെ എൻ്റെ കുട്ടികളോട് ഓറിയൻറ്റ് ചെയ്യാറുണ്ട്. നമുക്ക് നോക്കിയാൽ അറിയാം ദ നമ്പർ ഓഫ് സീറ്റ്സ് അവൈലബിൾ 123 ആണ്. എയിലറ്റ് ഇൻ എ വേ ഐ വുഡ് സേ ഈസ് മോർ ടഫർ ദാൻ ക്ലാറ്റ്. നമുക്ക് വരുന്നത് 150 ക്വസ്റ്റ്യനാണ്. 1.5 മണിക്കൂർ ടെസ്റ്റിലേക്ക് ഒരു വർഷം മാറുകയുണ്ടായി. അപ്പോൾ എയിലറ്റ് നോക്കണ്ട എന്നല്ല ഞാൻ പറയുന്നത്. പക്ഷേ എയിലറ്റിൽ നമുക്ക് ഡൽഹിയിലുള്ള പ്രീമിയം ഇതിലേക്കുള്ള അഡ്മിഷൻസ് മാത്രമാണ് അവർ ഫോക്കസ് ചെയ്യുന്നത്. പക്ഷേ ക്ലാറ്റ് നോക്കുന്നവർ എയിലറ്റ് നോക്കും. ഇപ്പോൾ ക്ലാറ്റ് എല്ലാ വർഷവും ഡിസംബറിലെ ഫസ്റ്റ് സൺഡേ പരീക്ഷ നടത്തുന്നതുകൊണ്ട് എയിലറ്റ് കഴിഞ്ഞ വർഷങ്ങളിലെ പാറ്റേൺ നോക്കിയാൽ എയിലറ്റും നടക്കുന്നത് ഡിസംബറിലാണ് മൈ ഡിയർ ഫ്രണ്ട്സ്. എഗെയിൻ ഞാൻ ക്ലാറ്റിൽ നിങ്ങൾക്ക് ഈ വർഷം എങ്ങനെ മിസ്സായി എന്ന് അതേപോലെയാണ് പറയുന്നത്. 2026 എയിലറ്റിൻ്റെ ഇൻടേക്കിലേക്കാണ് 2025 ഡിസംബറിൽ എക്സാം വരാൻ പോകുന്നത്. അപ്പോൾ ക്ലാറ്റ് ഫസ്റ്റ് സൺഡേ നടക്കുന്നതുകൊണ്ട് കഴിഞ്ഞ 2 വർഷം നോക്കിയാൽ എയിലറ്റ് സെക്കൻഡ് സൺഡേ ഓഫ് ഡിസംബറിലാണ് നടക്കാറ്. എയിലറ്റ് 100% കോംപ്രിഹെൻഷൻ ബേസ്ഡും ലീഗലിൽ വരുന്ന ചോദ്യങ്ങൾ നോക്കിയാൽ പഴയ നമുക്ക് ചോദിച്ചിരുന്നല്ലോ ക്ലാറ്റിൽ ചോദിച്ചിരുന്ന ഫാക്ച്വൽ സിറ്റുവേഷനും ആപ്ലിക്കേഷൻ ഓഫ് ലോ പ്രിൻസിപ്പിൾസും തമ്മിലുള്ള ക്വസ്റ്റ്യനാണ്. എയിലറ്റ് വളരെ ടൈം മാനേജ്മെൻറ്റ് ശ്രദ്ധിക്കേണ്ട ഒരു എക്സാമാണ്. ഇപ്പം ഞാൻ നിങ്ങളോട് ഓറിയൻറ്റ് ചെയ്യുന്നത് എന്താണ്, ഞാൻ അറിഞ്ഞില്ല സാറേ എന്ന് പറയരുത്. ഡേറ്റ് ഓഫ് ആപ്ലിക്കേഷൻ സെപ്റ്റംബറിൽ വരും. ഡിസംബറിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതണം. 25 ഡിസംബറിൽ എഴുതണം. എന്നാലേ 26 എയിലറ്റിന് ക്വാളിഫൈ ആവുകയുള്ളൂ. സിംബയോസിസ് പൂനെ വളരെ ലെഗസിയുള്ള വളരെ പ്രശസ്തമായ ഒരു ലോ കോളേജാണ്. ബട്ട് സിംബയോസിസ് അവർ വേറെ ഓഫ് സെൻറ്റേഴ്സ് തുടങ്ങിയതുകൊണ്ട് ഇപ്പം നമുക്ക് 1080 സീറ്റ് ഉണ്ട്. ദേ ആർ സ്റ്റാർട്ടഡ് ഇൻ നോയിഡ, ഹൈദരാബാദിലൊക്കെ. പൂനെയിൽ തന്നെ ഇപ്പോൾ ഒരു എക്സ്റ്റെൻഡഡ് ക്യാമ്പസും കൂടെയുണ്ട്. സോ സ്ലാറ്റ് ദോസ് ഹു ആർ ആസ്പയറിങ്, പരീക്ഷ നടക്കുന്ന തീയതി ഡിസംബർ 12th and 18th നടക്കുന്നുണ്ട്. ഓഗസ്റ്റ് ലാസ്റ്റ് വീക്കിൽ അത് കോൾ ഫോർ ചെയ്യുന്നുണ്ട്. ഇങ്ങനെ ചില എക്സാംസ് നേരത്തെ തുടങ്ങി. ബിക്കോസ് ക്ലാറ്റിൻ്റെ ഒരു എക്സാം പാറ്റേൺ മാറിയതിൻ്റെ അടിസ്ഥാനത്തിലാണ്. 60 ക്വസ്റ്റ്യൻ്റെ ഒരു 1 hour ടെസ്റ്റാണ്. പക്ഷേ സിംബയോസിസിന് ചില വർഷങ്ങളിൽ മുൻ വർഷങ്ങളിൽ പാറ്റേൺ നോക്കിയാൽ അവർ GD നടത്തുകയും പേഴ്സണൽ ഇൻ്റർവ്യൂവിന് ഒരു വെയിറ്റേജ് കൊടുക്കുകയും ചെയ്യാറുണ്ട്. കാരണം റിയൽ ആസ്പിരൻ്റ് ആണോ എന്ന് അവർ വളരെ അതർ ദാൻ യുവർ ടെസ്റ്റ് സ്കോർസ് അവരത് ക്രോസ് ചെക്ക് ചെയ്യാറുണ്ട്. സോ സിംബയോസിസ് നോക്കുമ്പോൾ ഇറ്റ്സ് എ വെരി പ്രീമിയം ഇൻസ്റ്റിറ്റ്യൂട്ട്. താരതമ്യേന കോസ്റ്റ് ഫീ വളരെ ഹൈയുമാണ്. സോ 1080 സീറ്റ് ഉണ്ട്. എക്സാം ഡേറ്റ്സ് ആണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. നേരത്തെ നടക്കുന്നുണ്ട്. സോ ദോസ് ഹു ആർ ഇൻട്രസ്റ്റഡ്, നമ്മൾ ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഒരുപാട് പേര് സ്ലാറ്റ് അങ്ങനെ നമ്മൾ പുഷ് ചെയ്യാറില്ല. പക്ഷേ ചോദിച്ച് വന്നവർ ക്വാളിഫൈ ചെയ്യുന്നുണ്ട്. അതിൻ്റെ പാറ്റേണും സംവാർ ഓരോ കൊല്ലവും മാറാറുണ്ട്. പക്ഷേ ക്ലാറ്റിനെ പോലെ എയിലറ്റിനെ പോലെ അത്ര ഒരു ടഫായിട്ടുള്ള എക്സാം അല്ല. ബട്ട് ദർ പ്രോസസ് ഇൻവോൾവ്സ് GD ആൻഡ് പേഴ്സണൽ ഇൻ്റർവ്യൂ. അപ്പോൾ അതിലൂടെയാണ് ആൾക്ക് സെലക്ഷൻ കിട്ടുന്നത്. ഡേറ്റ് ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാണ്. പ്രശസ്തമായ പേരുകേട്ട ഒരുപാട് ലോ കോളേജസും ഇൻസ്റ്റിറ്റ്യൂഷനുമുള്ള ഒരു സിറ്റിയാണ് മുംബൈ. ഒരു സ്റ്റേറ്റാണ് മഹാരാഷ്ട്ര. ഓക്കെ, സോ മെനി ലീഗൽ ലൂമിനറീസ് ഇന്ത്യയിലെ പല പദവികളിലെത്തിയവർ മുംബൈയിലെ യൂണിവേഴ്സിറ്റികളിൽ നിന്നാണ്. MSCET നമുക്ക് നോക്കാവുന്ന ഒരു ഓപ്ഷനാണ്. അവർ ഒരു കോമൺ എൻട്രൻസിലൂടെയാണ് ഏകദേശം 10,000 സീറ്റ് 16,000 സീറ്റ് നമ്മളിവിടെ കാണും. പക്ഷേ അവിടെ ഒരു സാധാരണഗതിയിൽ അവരൊരു ടെക്നിക്കൽ ഇതെന്ന് പറഞ്ഞാൽ 10% സീറ്റാണ് നോൺ മഹാരാഷ്ട്രീയൻ സ്റ്റുഡൻസിന് റിസർവ് ആകാറ്. ദാറ്റ് യൂസ് ടു വേരി. എന്നാലും നമുക്ക് ഈ കാണുന്ന മുഴുവൻ സീറ്റിലേക്കും ഒറ്റയടിക്ക് എലിജിബിലിറ്റി പോസിബിലിറ്റി ഇല്ല. 1000 സീറ്റ് അത്ര മോശമൊന്നുമല്ല. വളരെ പ്രശസ്തമായ പൂനെ ഗവൺമെൻറ് ലോ കോളേജിലേക്കും MHCET എന്നാണ് കോൾ ഫോർ ചെയ്യാറ്. അപ്പോൾ MHCET നിങ്ങൾക്ക് നോക്കിക്കാണാവുന്ന ഒരു ഓപ്ഷനാണ്. ബട്ട് ഓൺലി റെസ്ട്രിക്ഷൻ ഈസ് നമുക്ക് കാണുന്ന അത്ര സീറ്റിലേക്ക് അതർ ദാൻ മഹാരാഷ്ട്രീയൻസിനുള്ള സീറ്റ് അവൈലബിൾ അല്ല. അവരുടെ സ്റ്റേറ്റിലുള്ളവർക്ക് മുൻതൂക്കം കൊടുക്കുന്നുണ്ട്. ഈവൻ ദെൻ അത് വളരെ നേരത്തെ ഗുഗേഷ് പറഞ്ഞ പോലെ സ്പെസിഫിക് ആയിട്ട് മുംബൈയിലെ പ്രഗത്ഭമായ KC ലോ കോളേജിൽ അങ്ങനത്തെയൊക്കെ പഠിക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്ക് MHCET നോക്കിക്കാണാവുന്നതാണ്. മഹാരാഷ്ട്ര സ്റ്റേറ്റ് അവിടുത്തെ യൂണിവേഴ്സിറ്റികളിലേക്ക് നടത്തുന്ന പോലെയാണ് തെലങ്കാനയിലുള്ള ലോ കോളേജസിലേക്കുള്ള ഒരു ടെസ്റ്റാണ് TSI CET. അതിൽ നമ്മൾക്ക് 120 സീറ്റാണ് അവൈലബിൾ ആയിട്ടുള്ളത്. ഇറ്റ്സ് അഗെയിൻ എ 90-minute കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം. സാധാരണ മാർച്ചിലാണ് ടെൻറ്റേറ്റീവ്ലി ഇതിൻ്റെ നോട്ടിഫിക്കേഷൻ എക്സാംസും നടക്കാറ്. ഇതെല്ലാം ഞാൻ പറയുന്നത് സ്പെസിഫിക് ആയിട്ട് നിങ്ങളങ്ങനെ ഉസ്മാനിയ യൂണിവേഴ്സിറ്റി പോലെയുള്ള യൂണിവേഴ്സിറ്റികൾ നോക്കിക്കാണുന്നുണ്ടെങ്കിൽ മാത്രം എഴുതിയാൽ മതി. പക്ഷേ ഇങ്ങനൊരു ഓപ്ഷൻ ഉണ്ട്. സപ്പോസ് യുവർ പാരൻസ് ആർ ബേസ്ഡ് ഇൻ എനി ഓഫ് ദി സ്റ്റേറ്റ്സ്. അപ്പോൾ നിങ്ങൾ അങ്ങനെയും കൂടെ ചിന്തിച്ചിട്ട് നിങ്ങൾക്ക് എഴുതണമെങ്കിൽ ക്ലീ മാത്രം നോക്കി മിസ്സാവരുത്. നമ്മുടെ കയ്യിലുള്ള അവൈലബിൾ ആയിട്ടുള്ള പാറ്റേണിൽ നമ്മൾ ഇത്തരം യൂണിവേഴ്സിറ്റികളുടെ ക്വസ്റ്റ്യൻസ് കുട്ടികളെ ഓറിയൻറ്റ് ചെയ്യാറുണ്ട്. ബാംഗ്ലൂരിൽ പോയി പഠിക്കണം എന്ന് കുട്ടികൾ പലരും പറയാറുണ്ട്.
ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ഞാനിത് പരിചയപ്പെടുത്തുന്നേ ഉള്ളൂ. ഇറ്റ്സ് എ പ്രൈവറ്റ് യൂണിവേഴ്സിറ്റി. നമ്മൾക്ക് ഫീസ് ലെവൽ വെച്ച് നോക്കുമ്പോൾ കൂടുതലാണ്. പക്ഷേ ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റിയിലും അവരുടെ പ്രോസസ്സിൽ കൂടെ കടന്നു പോയിട്ട് തന്നെയാണ് അവരതിൻ്റെ ക്വാളിഫിക്കേഷൻ നോക്കാറ്. ബട്ട് ദേ ഹാവ് മാനേജ്മെൻറ്റ് സീറ്റ് അപ്പാർട്ട് ഫ്രം ദിസ്. ഓക്കെ, അപ്പോൾ 1080 സീറ്റാണുള്ളത്. ഇറ്റ്സ് എ 2 hour 120 കമ്പ്യൂട്ടർ ബേസ്ഡ് ക്വസ്റ്റ്യൻസുള്ള ഒരു എക്സാമാണ്. ഇപ്പോൾ ക്രൈസ്റ്റിനൊക്കെ ആപ്ലിക്കേഷൻ ഇപ്പോൾ കൂടുതൽ വരുന്നത് കൊണ്ട് അവർ സ്ക്രീനിങ്ങിൽ കുറച്ചുകൂടെ കോഷ്യസ് ആണ്. ഡേറ്റ് ഓഫ് എക്സാം കഴിഞ്ഞ വർഷത്തെ വെച്ച് നോക്കുമ്പോൾ ഏപ്രിൽ ആപ്ലിക്കേഷൻ വിളിക്കുകയും മെയ്യിൽ പരീക്ഷ നടക്കുകയും ചെയ്തിട്ടുണ്ട്. അപ്പോൾ ദോസ് ആസ്പയർ, ഞാൻ ഒരു പ്രൈവറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഒരു സാമ്പിൾ ഇവിടെ ഇട്ടുന്നേ ഉള്ളൂ. നമ്മൾ വിചാരിക്കുന്ന പോലെ എല്ലാം നേരെ അപേക്ഷിച്ച് മാത്രം നമുക്ക് കയറാൻ പറ്റിക്കോളണമെന്നില്ല. ദേ ഡു ഹാവ് ദെയർ പ്രോസസ്. ക്രൈസ്റ്റ് പണ്ടും കഴിഞ്ഞതിന് മുന്നത്തെ വർഷമൊക്കെ GD നടത്തിയിരുന്നു. അപ്പോൾ അതിന് സ്പെസിഫിക് ആയിട്ട് ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് നമ്മളതിൻ്റെ ഓറിയൻറ്റേഷൻ കൊടുക്കാറുണ്ട്. സോ മൈ ഫ്രണ്ട്സ്, ഞാൻ പറഞ്ഞു തുടങ്ങിയപ്പോൾ നിങ്ങളോട് പറഞ്ഞത് ജോബ് സെക്യൂർ ഓൾവേസ് ഫോക്കസ് നർച്ചറിങ് കരിയേഴ്സ് ഇൻ ലോ. അപ്പോൾ ഏത് കുട്ടി ഏത് സ്പെസിഫിക് യൂണിവേഴ്സിറ്റിയിലേക്ക് ആഗ്രഹിക്കുന്നു അതിനനുസൃതമായിട്ടുള്ള മെറ്റീരിയലുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്, മോക്ക് ടെസ്റ്റുകൾ നമ്മൾ കൊടുക്കുന്നുണ്ട്. ഡെയിലി ക്ലാസ്സിൽ വരുന്ന ഒരു കുട്ടിയെ സംബന്ധിച്ചിടത്തോളം 2025 മിസ്സാകരുത് എന്ന് ഉറപ്പുവരുത്തുന്ന രീതിയിലുള്ള ഗുണകരമായിട്ടുള്ള ഒരു പഠനാന്തരീക്ഷവും നമ്മളുടെ ഓഫ്ലൈൻ ക്യാമ്പസിൽ ഇവിടെ അവൈലബിൾ ആണ്. ഓൺലൈനിൽ നമ്മൾ ലൈവ് ക്ലാസ്സാണ് കൊടുക്കുന്നത്. ഈ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം വിശദമാക്കുന്ന ആ ഫ്രീ വെബിനാർ ഈ വരുന്ന ഫ്രൈഡേ 20th 7:30 അവൈലബിൾ ഫോർ യു. My request, my good friends, with parents, you can listen to me. I will be available for your question answer sessions. അപ്പോൾ ഈ വെബിനാറിന് രജിസ്റ്റർ ചെയ്യുക. ജോബ് സെക്യൂർ ഈസ് വെരി ഹാപ്പി ആൻഡ് പ്രൗഡ്. കഴിഞ്ഞ 16-17 വർഷത്തെ ഈ യാത്രയിൽ 2000-ലധികം വിദ്യാർത്ഥികളെ ഇന്ത്യയിലെ പ്രീമിയം ലോ സ്കൂളിലേക്ക്, ഇൻക്ലൂഡിംഗ് നാഷണൽ ലോ സ്കൂൾ ബാംഗ്ലൂരിലേക്ക് നമുക്ക് അഡ്മിഷൻ നേടിക്കൊടുക്കാൻ സഹായിച്ചത് നമ്മളുടെ മാത്രം പ്രയത്നമല്ല, നമ്മളിൽ വരുന്ന കുട്ടികളുടെ ആ ഉത്സാഹമാണ്. സോ സ്റ്റാർട്ട് പ്രിപ്പയറിംഗ്. ഏർലി പ്രിപ്പറേഷൻ ആവശ്യമാണ്. 2025 വരികയായി. സോ ഹാപ്പി ന്യൂ ഇയർ. താങ്ക്സ് എ ലോട്ട്.